ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോനെ കുറിച്ച് വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ കുറേ ദിവസം ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടും ഇതൊക്കെ ഷോർട്സാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നോമ്പൊക്കെ തുടങ്ങി, ആദ്യത്തെ നോമ്പാണ്. അപ്പോൾ കുറച്ച് നോമ്പിന് സ്പെഷ്യൽ വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, പിന്നെ അതായത് ഞാൻ കൂടുതലും ഷോർട്സൊക്കെ ചെയ്യണം. ഇപ്പോൾ ലോങ് വീഡിയോ ചെയ്യൽ കുറവാണ്, സമയമില്ലാത്തതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ അത് പോരാത്തതിന് നേരത്തെ ഞാൻ അവിടെ നിന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുമാതിരി ഇതുകൊണ്ട് വെയിൽ ആറിയപ്പോൾ ഒന്ന് ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ ഇന്നിപ്പോൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്ത്, റമദാൻ മാസം സ്റ്റാർട്ട് ചെയ്ത് നല്ലൊരു ശാന്തി സമാധാനമായിട്ട് ഈ മാസങ്ങൾ നല്ല രീതിക്ക് പോകും. പിന്നെ എന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ദിവസമായാലും ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ട് ഒരു തപ്പലും തടവലൊക്കെ ആയിട്ട് അന്ന് കാര്യമാക്കണ്ട. അപ്പോൾ ഞാൻ ഇങ്ങനെ നേരെ ഇവിടെ കയറി നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർക്കര മേളിലൊക്കെ ഞാൻ കയറി നിൽക്കണ്ടില്ല. ഫുള്ള് ഇങ്ങനെ കയറി നിൽക്കാം. താഴെ ടി വി ഒക്കെ ചെയ്യുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഇതിൽ ഇതുപോയി. അപ്പോൾ ഇതിൻ്റെ മേളിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി. ഞാൻ നേരത്തെ ഇതിൻ്റെ മേളിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടില്ല. നല്ല വിശാലമായ പേരക്കമരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ തുടങ്ങിയിട്ട് ഒന്നാമത്തെ നോമ്പാണ്. അപ്പോൾ നോമ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, സമയം ഇപ്പോൾ തന്നെ ആവും. അപ്പോൾ അതിൽ നോമ്പ് തുറക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ നോമ്പ് തുറക്കണ സമയമാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത സ്പെഷ്യലായിട്ട് ഇന്നിപ്പോൾ നോമ്പിൻ്റെ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാങ്ങ ജ്യൂസ് അടിക്കാൻ പോകും. ആദ്യം തന്നെ ശുദ്ധമായ പാനീയത്തിൽ നിന്ന് തുടങ്ങാം. നമുക്ക് മാങ്ങ ജ്യൂസ് അടിക്കാം. 2 മാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കട്ട് ചെയ്ത് പീസാക്കിയിട്ട് വരാം. ഓക്കെ. അങ്ങനെ മാങ്ങ ചത്തി ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പീസാകണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മാങ്ങ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഇടാവുള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ നോമ്പ് തുറക്കുന്ന സമയം വെച്ച് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുക. ഇങ്ങനെ മാങ്ങ ചുറ്റുക. അതൊക്കെ പ്രത്യേക രസമാണ്. അത് പ്രത്യേക അനുഭവമാണ്. അതൊക്കെ ഓരോരോ അനുഭവം. ഞാൻ എല്ലാ കൊല്ലവും നോമ്പ് കുടിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തവണ നോമ്പ് വല്ലാത്തൊരു സന്തോഷമൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നോമ്പ് തുറക്കുന്നതോടെ വെച്ചാൽ നമ്മുടെ കടയുള്ളവർ നോമ്പ് തുറക്കണം. അപ്പോൾ ഇവിടെ അവർ പത്തിരി കാലിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇറച്ചിയുണ്ട്, അല്ല മീനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങ കുഞ്ഞു പീസാക്കാം. ഇത്തവണത്തെ 30 മുമ്പ് എനിക്ക് പിടിക്കുന്നത് എൻ്റെ ആഗ്രഹം. എല്ലാ തവണ അങ്ങനെ നടന്നിട്ടുണ്ട്. ഇത്തവണ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ കുഞ്ഞ് പീസുകളാക്കി അരിഞ്ഞു കൊടുക്കണം. മാങ്ങ പുളിയ മാങ്ങ അത്ര നല്ലതാ. കാരണം എൻ്റെ ലേറ്റ് ഒന്നുമില്ല. പുതിയ സ്റ്റാൻഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് വെച്ചിട്ട് ഒരു വീഡിയോ കൊടുക്കാം. മാങ്ങ നമ്മൾ കുഞ്ഞു പീസായി കൊടുക്കാം. എന്തോരം കുഞ്ഞിതാക്കാൻ പറ്റുമോ അത്ര നമ്മൾ കച്ചിട്ട് ഒരു കുഞ്ഞിതായി കൊടുക്കാം. മാങ്ങ ഒരു സംഭവമൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച മാങ്ങ ജ്യൂസ് അടിച്ച് കുടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തിന് നല്ലതാണ്, ഉന്മേഷത്തിന് നല്ലതാണ്, ശക്തി വെക്കാൻ നല്ലതാണ്. അങ്ങനെ കുറേ ഗുണങ്ങളാണ് ഈ മാങ്ങ. എനിക്ക് വലിയ കാര്യമായിട്ട് മാങ്ങ മുറിക്കാനും ചെത്താനും അറിയാൻ പാടില്ല. എന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന രീതിക്ക് മുറിക്കുന്നുണ്ട്. കൈ മുറിയാത്ത ഭാഗ്യം. അങ്ങനെ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. മാങ്ങ ചെത്തി ഏകദേശം നമ്മൾ കഴിഞ്ഞു. ഈ ബാക്കി മാങ്ങ അണ്ടിയുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ മാങ്ങ ചെത്തി നമ്മൾ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ജാർ എടുക്കണം. ജാറൊക്കെ മേലെന്ന് വെച്ചാൽ നമ്മൾ ഈ ജാർ എടുത്തിട്ട്
വൈഡിലിട്ടതിൽ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ജാറെടുക്കാം. ജാറെടുത്ത് നമ്മൾ ഈ ജാറിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ട് മാങ്ങയില്ലേ, ആ മാങ്ങ നമ്മൾ മൊത്തം അങ്ങനെ ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? മൊത്തം ഇട്ട് കൊടുത്ത് ഒന്നും നോക്കണ്ട, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് അത് ചേർക്കാൻ പോകുന്നത് അത് വേറെ ഒന്നുമല്ല, നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഇഞ്ചിയാണ്. തേങ്ങയുടെ നൂലും പടലേക്ക് കയറുന്നേക്കാം. അപ്പോൾ ഈ മാങ്ങ തീരുന്നുണ്ട്. അങ്ങനെ മാങ്ങ ഇട്ട് നിറച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഇഞ്ചി ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ ഇഞ്ചിയിൽ ചെറിയൊരു കഷ്ണം നമ്മൾ പൊടിച്ചെടുക്കണം. ഇത്രയുള്ള കഷ്ണം മതി കേട്ടോ. അപ്പോൾ ഇത് ഇഞ്ചി നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനിയപ്പോൾ നമുക്ക് ഇഞ്ചിയും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ട് കൊടുത്തേ. ഇനിയപ്പോൾ നമുക്ക് ഇനി അടുത്ത് പഞ്ചസാര കണ്ടുപിടിക്കാം. നമ്മുടെ മെയിനായിട്ടുള്ള പഞ്ചസാര ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കരുത്, നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രമാണ് പഞ്ചസാര ഇട്ട് കൊടുക്കാവുള്ളൂ. ഒരുപാട് മധുര ഷുഗറുള്ളവർക്ക് പ്രശ്നമാണ്. അങ്ങനെ പഞ്ചസാര ഇട്ട് നിറച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സി കുത്തണം. മിക്സി നമ്മളെങ്ങനെ കുത്തണമെന്ന് വെച്ചാൽ വയറെടുക്കുക, മിക്സി കുത്താൻ ഓണാക്കുക. എന്നിട്ട് നമ്മൾ ജാറ് എടുത്തിട്ട് എന്തൊക്കെ ചാടിപ്പോയി കിട്ടുക അങ്ങനെ വെക്കാം. ഇതിന് ശേഷം നമ്മുടെ തണുത്ത വെള്ളത്തിൻ്റെ കുപ്പി അങ്ങോട്ട് തുറക്കാം. ഞാൻ പറഞ്ഞ് നിങ്ങളെ പ്രാന്ത് പിടിപ്പിക്കണമെങ്കിൽ പ്രാന്താവണ്ട കേട്ടോ. അപ്പോൾ കരിയൊക്കെ പൊക്കാറ്റുള്ള നമ്മളിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തണുത്ത വെള്ളം ആവശ്യത്തിന്. അങ്ങനെ ബാങ്ക് കൊടുത്തതിനുണ്ട്. നമ്മളിപ്പോൾ മുമ്പ് കൊടുക്കുമ്പോൾ ആദ്യം കഴിക്കുന്നത് ഈന്തപ്പഴമാണ്. അതായത് കാരക്ക ഈന്തപ്പഴം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കാം. ആ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട്. ഈന്തപ്പഴം കഴിക്കാം, കാരക്ക കഴിക്കണം. അപ്പം തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇപ്പോൾ സമയമുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഈന്തപ്പഴം കഴിച്ചിട്ട് നിൽക്കണം. അപ്പോൾ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ ബാക്കി കാണിച്ചു തരാം. ഇനി നമ്മൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ അല്ല, പാൽ ചായയും നല്ല അടിപൊളി വെജിറ്റബിൾ പപ്സും കൂടി എടുത്തിട്ടുണ്ട്. പപ്സ് ആദ്യമേ കഴിച്ച് പകുതിയാക്കി. അപ്പോൾ ഇതും കൂടിയും കഴിച്ചിട്ട് ഇനി അടുത്ത ഒരു സ്റ്റെപ്പിലേക്കുള്ള വിഭവങ്ങൾ, അതായത് പത്തിരിയും ഇറച്ചിക്കറിയാണ്. ഇറച്ചി കഷ്ണമായിട്ടുള്ള ചാറ് മാത്രം കിട്ടണം. പിന്നെ ഇത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച പച്ചമാങ്ങ ജ്യൂസാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങളായിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ എന്ത് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുറച്ച് ഈന്തപ്പഴം കഴിച്ചത്. അടുത്തത് ഈ പത്തിരിയും ഇറച്ചിക്കറിയും മാങ്ങ ജ്യൂസിന് കുടിക്കാൻ പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു നോമ്പ് പറയാതെ ആദ്യത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫസ്റ്റ് ദിവസം. അപ്പോൾ നല്ല രീതിക്ക് നല്ല സന്തോഷമായിട്ട് എല്ലാ രീതിക്കും പോയി. നോമ്പിൻ്റെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മനസ്സിന് നല്ലൊരു സന്തോഷവും അതുപോലെ തന്നെ നല്ല എനർജറ്റിക് ഒരു ദിവസമായിട്ട് നിന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് പോയി, കുഴപ്പമുണ്ടായില്ല. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഇന്നത്തെ ഒരു നോമ്പ് ഒന്നാമത്തെ നോമ്പിനെ അടുത്ത് നല്ല രീതിക്ക് മുന്നോട്ട് തന്നെ പോയി. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെ നിൽക്കാണ്. അപ്പോൾ ഈ നാളത്തെ രണ്ടാമത്തെ ദിവസത്തേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഓക്കെ, ടാറ്റാ.